ഒരു ദിവസം വിദേശത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മകനെ നോക്കി ഉപ്പ ചോദിക്കുന്നു, മോനെ നീ എങ്ങോട്ടാണ് പോകുന്നത്? മകൻ പറയുകയാണ്, ഉപ്പ ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്, അവിടെയാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ. ഉപ്പ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി ഒരു തസ്ബീമാല അവൻ്റെ ബാഗിലോട്ട് എടുത്ത് വെച്ചു കൊടുക്കുന്നു. മകൻ ചോദിക്കുന്നു, ഇതെന്തിനാണ് ഉപ്പ? ഉപ്പ പറയുകയാണ്, നീ വിദേശത്തോട്ടൊക്കെ പോവുകയാണ്, അവിടെ നിനക്ക് നല്ല ജോലിയും പണവും ഒക്കെ സമ്പാദിക്കാനാവും, അവിടെ നിനക്ക് നല്ലൊരു ജീവിതവും ലഭിക്കും. പക്ഷെ നിനക്ക് വേണ്ടി നാട്ടിൽ കാത്തിരിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും ഉണ്ട്. അവര് പകലന്തി ഉറങ്ങുന്ന ഒരു വീടുമുണ്ട്. അതിനെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ യുവാക്കൾ പഠനത്തിനും ജോലിക്കും നല്ല ഭാവിക്കൊക്കെ വേണ്ടി വിദേശത്തേക്ക് പോകുന്നവരാണ്. വിദേശത്തേക്ക് പോകുന്നതിനോ സ്വപ്നം കാണുന്നതിനോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ പോകുന്നവർ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തനിക്ക് വേണ്ടി രാപ്പകലോളം കഷ്ടപ്പെടുന്ന ഉപ്പയും ഉമ്മയും അവരെന്തി ഉറങ്ങുന്ന ആ വീടിനെയും ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണോ അവൻ എത്രത്തോളം വളർത്തിയതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഒരു മകൻ വിദേശത്തേക്ക് പോകുമ്പോൾ മകൻ്റെ റൂം നോക്കി കണ്ണീരൊഴുക്കുന്ന ഉമ്മയുണ്ടാവാം. അവൻ വീഡിയോ കോളിൽ വരുന്ന സമയത്ത് എനിക്ക് സുഖമാണ് ഉപ്പ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ സുഖമാണോ എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഉപ്പയും ഉണ്ടാവാം. കാരണം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് മക്കൾ എവിടെയായാലും സുഖമായിട്ടിരുന്നാൽ മതിയെന്നാണ്. അതുകൊണ്ട് തന്നെ ലോകം കാണാൻ അവസരം കിട്ടുമ്പോൾ അത് കാണുന്നതിലല്ല പ്രശ്നം. അങ്ങനെ കാണുമ്പോൾ സ്വന്തം വീടിനും മാതാപിതാക്കൾക്കും വേണ്ടി മനസ്സിൽ ഒരു സ്ഥലം മാറ്റിവെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം.